സ്ഥലത്തും, ജില്ലയിൽ മാത്രമല്ല CPM BJPയുമായി ഡീലുണ്ടാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെമ്പാടും അത്തരത്തിലുള്ള ഡീലുകൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ആ അവിശുദ്ധ ബന്ധം കുറേ കൂടി മറനീക്കി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ ബന്ധമുണ്ടായി എന്ന് പറഞ്ഞത് ഇടതുമുന്നണിയുടെ രണ്ടാമത്തെ കക്ഷിയായ CPI ആണ്. CPIയുടെ മന്ത്രിയായിരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട VS സുനിൽകുമാറാണ്. വളരെ കൃത്യമായി UDF പറയുന്നതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് ജനങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഡീലുണ്ട് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതെല്ലാം നിയോജക മണ്ഡലങ്ങളിലാണ് LDFനെ സഹായിക്കുക, മറിച്ച് BJPയെ വിവിധ സ്ഥലങ്ങളിൽ CPM സഹായിക്കും. എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ ഇന്നലെ വന്ന ഒരു അരാഷ്ട്രീയ പാർട്ടിക്ക് സീറ്റ് കൊടുത്ത് ചക്കയിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഡീലല്ലാതെ പിന്നെ എന്താ ഉള്ളത്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഒറ്റക്കക്ഷി എന്നുള്ള രീതിയിൽ BJP അവിടെ ഭരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അവർക്ക് ചരിത്രത്തിൽ ആദ്യമായ ഒരു മുനിസിപ്പാലിറ്റി ഭരണത്തിൽ അവർക്ക് എത്താൻ കഴിഞ്ഞ ഒരു സ്ഥലത്ത് BJPക്ക് കൂടുതൽ വോട്ട് വിഹിതം നേടാൻ കഴിഞ്ഞ സ്ഥലത്ത് എങ്ങനെയാണ് BJP മത്സരിക്കാതെ ഇന്നലെ അവരുടെ പാർട്ടിയിലേക്ക് വന്ന ഒരു ഘടകകക്ഷിക്ക് അവർ സീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡീലല്ലാതെ പിന്നെ വേറെ എന്തോ ഉള്ളത്? അപ്പോൾ അതിന് പകരം CPM അവർ വേറെ എവിടെയാണ് സഹായിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൻ്റെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ CPMഉം BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അവർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടത്തിയതുപോലെ തന്നെ വീണ്ടും തുടർന്നു പോവുകയാണ്. ഇത് കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് വലിയ ആഘാതമേൽപ്പിക്കുന്ന ഒന്നാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും വരും നാളുകളിൽ അതിന് കനത്ത വില കൂടി നൽകേണ്ടി വരും എന്നുള്ളത് കൂടി ഞങ്ങളിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെയും UDFനെയും ക്ഷീണിപ്പിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഈ BJPയുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷീണമുണ്ടാകുന്നതും ദുർബലപ്പെടാൻ പോകുന്നതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസിനെയോ UDFനെയോ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഈ കൂട്ടുകെട്ട് യാതൊരു തരത്തിലും ബാധിക്കില്ല. ഇത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വരെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ UDFന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി UDFന് ഇനിയിപ്പോൾ മെയ് 4-ാം തീയതി കഴിയണം, വോട്ടെണ്ണി കഴിയണം, കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കണം, UDFന് ഭൂരിപക്ഷം ലഭിക്കണം. കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഒരു പ്രൊസീജിയറുണ്ട്. അത് പാർലമെൻ്ററി പാർട്ടി അംഗങ്ങളുടെ ജയിച്ചു വരുന്ന MLAമാരുടെ അഭിപ്രായം കേൾക്കും, മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായം കേൾക്കും, കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അതാണ് കാലങ്ങളായി കേരളത്തിലും മറ്റു വിവിധ സംസ്ഥാനങ്ങളിലുമെല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ആ ചർച്ചകളെല്ലാം അത്തരത്തിൽ മാത്രമാണ് അതിനുള്ള മറുപടി. അത് തീർച്ചയായും ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ പ്രവർത്തനം എന്നുള്ള രീതിയിൽ കോൺഗ്രസും UDFും നടത്തിയ പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഞങ്ങൾ നടത്തിയ നിരവധി പോരാട്ടങ്ങളുണ്ട്. നിരവധി സമരങ്ങളും പ്രതിസന്ധികൾ നിറഞ്ഞ ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ. ആ പോരാട്ടങ്ങളുടെയൊക്കെ ആകെത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം UDF പ്രവർത്തകരും എല്ലാ ആളുകളും കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ ഒരു വലിയ പ്രതിരോധം, ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ആകെത്തുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കി നിങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്തരത്തിലൊരു ചർച്ചയുണ്ടാക്കി ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരും കഠിനാധ്വാനം നടത്തിയവരും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ടവരും
അവർക്കൊക്കെ മനസ്സിലൊരു മുറിവേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ കോൺഗ്രസിനകത്തും UDF-നകത്തും ആഭ്യന്തര കുഴപ്പങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും അതിനെയെല്ലാം ഞങ്ങൾ അതിജീവിക്കുകയും ചെയ്യും.